ശ്രീകണ്ഠാപുരം നഗരസഭയിൽ യു.ഡി.എഫിന് തിളക്കമാർന്ന വിജയം. ആകെ 31 സീറ്റിൽ 18 സീറ്റുകൾ നേടി ഐക്യജനാധിപത്യ മുന്നണി ശ്രീകണ്ഠാപുരം നഗരസഭയിൽ തുടർച്ചയായി 3-ാം തവണയും ഭരണ സാരഥ്യത്തിലേക്ക്. കോട്ടൂർ പഞ്ചാമൂലയിൽ എൽ.ഡി.എഫ് കാലങ്ങളായി ഭരിച്ചുപോരുന്ന പഞ്ചാമൂലയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് കെ ബിജുവും എൽ.ഡി.എഫ് ശക്തി കേന്ദ്രമായ നെടിയങ്ങ പെരുവുഞ്ഞി വാർഡിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കുഞ്ഞിരാമൻ മാസ്റ്ററും അട്ടിമറി വിജയം നേടി. പന്നിയാലിൽ അഡ്വക്കേറ്റ് ടി.വി. രാമകൃഷ്ണൻ വിജയിച്ചു. ശ്രദ്ധേയമായ മത്സരം നടന്ന എള്ളരിഞ്ഞിയിൽ എൽ.ഡി.എഫ് കോട്ടയിൽ വിജയത്തിന് മങ്ങലേറ്റു. ഇവിടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വിജിൽ മോഹനൻ 2 വോട്ടിന് തോറ്റു. എൽ.ഡി.എഫിന് 350ഓളം വോട്ടിന് സ്വാധീനമുണ്ടായിരുന്ന മേഖലയാണ് എള്ളരിഞ്ഞി. യു.ഡി.എഫ് പ്രവർത്തകർ ശ്രീകണ്ഠപുരത്ത് ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചു. ശ്രീകണ്ഠപുരത്തെ ഹാർട്ടിക് വിജയം തിളക്കമുള്ളതാണെന്നും എൽ.ഡി.എഫ് വിജയിച്ച വാർഡുകളിൽ എൽ.ഡി.എഫ് ആധിപത്യത്തിന് മങ്ങലേറ്റതായും എം.എൽ.എ. സജീവ് ജോസഫ് പറഞ്ഞു. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഹാട്രിക് വിജയം, ചരിത്ര വിജയമാണ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച വിജയമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോൾ യു.ഡി.എഫ് തോറ്റ സീറ്റുകളിൽ വളരെ ചെറിയ വോട്ടുകൾക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവിടെയെല്ലാം CPM-ന്റെ അപ്രമാദിത്വം തകർത്ത് അവരുടെ 200-300 വോട്ട് ലീഡ് ഉണ്ടായിരുന്നിടത്ത് ചെറിയ സീറ്റുകൾക്കാണ് അവിടെ 2 വോട്ടിനാണ് എള്ളരിഞ്ഞി വാർഡൊക്കെ യു.ഡി.എഫിന് നഷ്ടപ്പെട്ടത്. വോട്ട് നില പരിശോധിക്കുമ്പോൾ, സീറ്റ് നില പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഇതിന് അപ്പുറം ഒരു പരാജയം ഏക്കാനില്ല. കാരണം അവരുടെ കോട്ടക്കൊത്തളങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ പരിക്കേറ്റ നെടുങ്ങോം CPM-ന്റെ വാർഡായിട്ടുള്ള അവർക്ക് വലിയ ഭൂരിപക്ഷമുള്ള നെടുങ്ങോം വാർഡില് 30-ലധികം വോട്ടിന് 35 വോട്ടിനാണ് അല്ലേ വോട്ടിനാണ് യു.ഡി.എഫ് പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, കഴിഞ്ഞ 5 വർഷക്കാലത്തെ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ സൽഭരണമാണ്. 2, ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ജനവികാരമാണ്. 3, മികച്ച സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾ കൂടെ നിന്നു. ചെറിയ നേരിയ ഭൂരിപക്ഷത്തിന് പോലും, ചെറിയ വ്യത്യാസത്തിന് നഷ്ടപ്പെട്ട സീറ്റുകൾ പോലും യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥികളുടെ മികവ്, യു.ഡി.എഫിന്റെ പ്രസക്തി, ഇതൊക്കെയാണ് വിളിച്ചറിയിക്കുന്നത്. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾ യു.ഡി.എഫിനോടൊപ്പം അതിശക്തമായി നിലകൊണ്ടു. കാലാകാലങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്നവരെല്ലാം പലരും മാറി ചിന്തിച്ചിരിക്കുന്നു. അവരുടെ കോട്ടകളിൽ അതിശക്തമായ വിള്ളൽ വീണിരിക്കുകയാണ്. അവര് മൃഗീയാധിപത്യമുള്ള മേഖലകളിൽ വലിയ ക്ഷീണമുണ്ടായിരിക്കുകയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വിജയം സമ്മാനിച്ച ശ്രീകണ്ഠാപുരം നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കും യു.ഡി.എഫ് നന്ദി പറയുന്നു. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് കാത്തു പരിപാലിച്ച് മുന്നോട്ട് പോകും. കൂടുതൽ ഉത്തരവാദിത്തമാണ് യു.ഡി.എഫിന് ഇതുവഴി വന്നിരിക്കുന്നത്. 10 വർഷമായി യു.ഡി.എഫ് ഭരിക്കുന്ന ഈ ഭരണസമിതി അതിന് കിട്ടിയിരിക്കുന്ന അംഗീകാരം കൂടുതൽ മികവോടെ ആ ഭരണം തുടർന്നു കൊണ്ടുപോവുക, ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം ഉയരുക, അത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. മാത്രമല്ല, ഇതിലെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് ഒറ്റക്കെട്ടായി നിന്ന യു.ഡി.എഫിന്റെ പ്രവർത്തകർക്കാണ്. അതിശക്തമായ പ്രവർത്തനമാണ് യു.ഡി.എഫ് പ്രവർത്തകർ കാഴ്ചവെച്ചത്. ഇവിടെ 14 വാർഡിൽ പോലും യു.ഡി.എഫിന് മികച്ച വിജയമുണ്ടായത് ഇത് യു.ഡി.എഫ് ആണ്, പാർട്ടിയാണ്, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മുന്നണിയാണ് വലുത് എന്ന് തെളിയിച്ച ഒരു വലിയ റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠാപുരത്ത് വന്നിരിക്കുന്നത്. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും യു.ഡി.എഫിന്റെ മുന്നേറ്റമാണ് കാണുന്നത്. അവസാന കണക്കുകൾ എനിക്കറിയില്ല. പൊതുവെ മലയോരത്ത് യു.ഡി.എഫ് തരംഗമാണ്. സംസ്ഥാനത്തെ ബാക്കി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഞാൻ പറയാം. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ യു.ഡി.എഫ് തരംഗമാണ്. ഇടതുപക്ഷത്തിനെതിരെയുള്ള അതിശക്തമായ വികാരമാണ്, സർക്കാരിനെതിരെയുള്ള വികാരമാണ്. ഇപ്പോൾ ശ്രീകണ്ഠാപുരത്ത് അതിശക്തമായ യു.ഡി.എഫ് തരംഗമാണ് ആഞ്ഞു വീശിയിരിക്കുന്നത്. വാർഡ് വിഭജനം നടത്തിയവരുടെ അശാസ്ത്രീയമായി. ഇനി വാർഡ് വിഭജനം കൂടി ഇതുപോലെ അല്ലെങ്കിൽ ഇവിടെ ഒരുപക്ഷെ CPM ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് മുഴുവൻ സീറ്റുകളും ജയിച്ചു പോയനെ. ആ നിലയിലാണ് ഇപ്പോൾ ഈ നെടുങ്ങോം വാർഡിലെ ആണെങ്കിലും മറ്റ് നെടുങ്ങോം മേഖലയിലെ സീറ്റുകൾ എടുത്താണെങ്കിലും അതുപോലെ തന്നെ ഈ വാർഡുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ വാർഡ് വിഭജനം കൂടി ഇല്ലായിരുന്നെങ്കിൽ യു.ഡി.എഫ് സമ്പൂർണ്ണ വിജയം ഇവിടെ കരസ്ഥമാക്കിയേനെ. പഞ്ചാമൂല വിജയം എല്ലാവർക്കും, ഞങ്ങൾക്ക് പോലും അത്ഭുതം ഉണ്ടാക്കിയ വിജയമാണ്. ഞങ്ങൾക്ക് നല്ലൊരു ചെറിയ നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, കട്ടക്കട്ടയായിരുന്നു എന്നൊക്കെയാണ് ഞങ്ങളുടെ കണക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ജനങ്ങളുടെ ജനാധിപത്യത്തിന്റെ ശക്തി ഇപ്പോൾ ഈ പഞ്ചാമൂല പോലെയുള്ള വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് വാർഡുകളിലെ കുഞ്ഞിരാം മാഷ വാർഡ് അത് ജയിക്കാൻ പ്രയാസമുള്ളതാണ് സാധാരണഗതിയിൽ. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായ മാറ്റം ജനവികാരമാണ് പ്രതിഫലിക്കുന്നത്. അതും എൽ.ഡി.എഫിന്റെ പരാജയത്തിന് ഒരു കാരണമായി. കാരണം ജനകീയ നേതാക്കന്മാരെ അണിനിരത്താനില്ലാതെ ഇതുപോലെയുള്ള സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കി ഭരണം പിടിച്ചെടുക്കാമെന്നാണ് എൽ.ഡി.എഫ് കരുതിയത്. അപ്പൊ അതിനെതിരെ ആ CPM-ന്റെ അഹന്തക്കെതിരെ, അഹങ്കാരത്തിനെതിരെയുള്ള വലിയ താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ്. ചെയർമാനെ കുറിച്ച് ധാരണയൊക്കെയാണ്.
140ഓളം വോട്ട് ലീഡുള്ള ഒരു വാർഡിൽ എള്ളരിഞ്ഞു പോലുള്ള ഒരു CPM-ന്റെ കോട്ടയിലേക്ക് മത്സരരംഗത്തേക്ക് പോയ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ വലിയൊരു വിജയം തന്നെ. 2 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. യഥാർത്ഥത്തിൽ വിജിൽ മോഹനൻ സാങ്കേതിക അർത്ഥത്തിലല്ല, ധാർമ്മികമായി അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. അവിടെ വോട്ടിംഗ് മെഷീൻ എണ്ണിയപ്പോഴത്തേക്ക് അദ്ദേഹം ജയിച്ചു. പിന്നെ പോസ്റ്റൽ ബാലറ്റിലാണ് 2 വോട്ടിന് തോറ്റത്. അപ്പോൾ അവിടെ LDF അതിന് ഇപ്പം പരിശോധന നടത്തും, ഉറപ്പായിട്ടും നോക്കും. കാരണം അത്രയേറെ വലിയ ക്ഷീണമാണ് CPM-ന് എള്ളരിഞ്ഞിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നെടുങ്കോത്ത് എന്താ സ്ഥിതി? നെടുങ്കോത്തും ഇതുതന്നെയാണ് അവസ്ഥ. എവിടെയും UDF പുറകോട്ട് പോയില്ല. നിങ്ങൾ പരിശോധിക്കേണ്ടത് ഒരു വാർഡിലും UDF പുറകോട്ട് പോയിട്ടില്ല. ഒരു വാർഡിലും മുന്നോട്ട് തന്നെയാണ്, എല്ലാ വാർഡിലും മുന്നോട്ടാണ് പോയിരിക്കുന്നത്. പൊതുവെ വന്നിരിക്കുന്നത് ഇരിക്കൂർ തൂത്തുവാരുമാണ്. പയ്യാവൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സാജു സേവർ അടക്കം പരാജയപ്പെട്ടു. പയ്യാവൂർ അവിടെ ഭൂരിപക്ഷം ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ വരുമ്പം ഭൂരിപക്ഷം UDF നേടിക്കൊണ്ടിരിക്കുകയാണ്. ഉളിക്കലിൽ UDF നേടിക്കൊണ്ടിരിക്കുകയാണ്. നടുവിലും UDF ലീഡ് നേടിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങളായിൽ TC പ്രിയ മത്സരിച്ച CPM-ന്റെ കോട്ടയായ ഇന്നലെ അക്രമം നടത്തിയിട്ടുള്ള മാവിലമ്പാറ കണ്ണാടിപ്പാറ വാർഡിൽ പ്രിയ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെങ്ങളായിലും പൊതുവെ അനുകൂലമായിട്ടുള്ള റിസൾട്ടാണ്. എനിക്ക് അവസാനത്തെ കണക്കറിയില്ല. ആലക്കോടും മുതിയൂരിലും UDF-ന്റെ മുന്നേറ്റമുണ്ട്. പൊതുവെ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ വലിയ ഒരു ആധിപത്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്കറിയില്ല. തോറ്റു, 40 അടി വോട്ടിന് തോറ്റു. ചന്ദനക്കാപ്പറ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യനോടാണ് അദ്ദേഹം തോറ്റത്. ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ MLA-ക്ക് തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണ്. പഞ്ചാബിൽ മത്സരിക്കും. പഞ്ചാബിലെ ജനങ്ങൾ നമ്മുടെ കൂടെയാണ്. കൃത്യമായിട്ട് നമുക്ക് അറിയാമായിരുന്നു. CPM-ന്റെ ഉരുക്കുകോട്ട തകർത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സിമ്പതികൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ പ്രയത്നം ഉണ്ടായിരുന്നു അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും നന്ദിയുണ്ട്. കാലാകാലങ്ങളായിട്ടുള്ള കോട്ടയാണ് CPM-ന്റെ പിന്നെ നേതാവ് എന്ന് പറഞ്ഞാൽ മുൻപ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാക്കും വാർഡ് മെമ്പറൊക്കെ ആയിട്ടുള്ള വലിയൊരു നേതാവിനെയാണ് കോട്ട എത്ര വോട്ടാണ് ഭൂരിപക്ഷം? തീർച്ചയായും 38 വോട്ടിനാണ് ജയിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ സാധിച്ചു. CPM-ന്റെ ഉരുക്ക് വോട്ടായിരുന്നു. നമുക്ക് കിട്ടില്ല എന്ന് വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ മനസ്സ് ഞങ്ങളിവിടെയായിരുന്നു. ജനങ്ങൾ ഞങ്ങളിവിടെയായിരുന്നു. തീർച്ചയായും പഞ്ചാബിലെ പ്രതീക്ഷ ഞങ്ങൾ മുനിസിപ്പാലിറ്റി കോൺഗ്രസ് UDF തന്നെയാണ് ഭരിക്കുന്നത്. തീർച്ചയായിട്ടും MLA കൂടെ നിന്നുകൊണ്ട് പഞ്ചാബിയുടെ വികസനത്തിന് വേണ്ടി ശ്രീകണ്ഠത്തിന് തൊട്ടടുത്ത വാർഡായ പഞ്ചാബിയുടെ വികസനം പൂവണിപ്പിക്കും. തീർച്ചയായിട്ടും എൻ്റെ സ്വപ്നമായിരുന്നു അവിടെ നഗരസഭയുടെ ഈ പറയുന്ന മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് എന്നെ കൂടുതൽ ചെയ്തു കൊടുക്കുക. രാഘവേട്ടന്റെ പിന്തുടർച്ചയാണ് ബിജുവിന്റെ വിജയം. CPM-ന്റെ തറവാട് ബിജു പൊളിച്ചെടുക്കിയിരിക്കുന്നു. ഇത് മാത്രമല്ല, നെടിയങ്ങ വാർഡടക്കം CPM-ന്റെ കോട്ട കുത്തളങ്ങൾ UDF-ന്റെ പ്രവർത്തകന്മാർ. അതുപോലെ പന്നിയാല് റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് CPM-ന്റെ എല്ലാ വോട്ടുകളും അവർക്ക് പതിച്ചു നൽകിയെങ്കിലും മുസ്ലിം ലീഗിന്റെ പഴയങ്ങാടി വാർഡിൽ ഒറ്റ വോട്ടുകൊണ്ട് അതിനെ കംപ്ലീറ്റ് മറികടക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കോട്ട കൊത്തളമായ വെള്ളരിഞ്ഞിയിൽ 2 വോട്ടിന് അത് 110 വോട്ടോളം കള്ളവോട്ടുകൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വികലാംഗരായ ഓരോരുത്തരെയും കൊണ്ടുവന്ന് ആരോഗ്യമുള്ളവരെ കൊണ്ട് അവരെ വോട്ട് ചെയ്തുകൊണ്ട് അവിടെ വിജിൽ 2 വോട്ടിനാണ് തോറ്റത്. കഴിഞ്ഞ പ്രാവശ്യം കൈതപ്പുറം വാർഡിൽ വിജിൽ ചക്ക വീണ് മുതലത്ത് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വെള്ളരിഞ്ഞിയിലും സാധ്യമായിരിക്കുന്നു. LDF-ന്റെ ഹാൻഡിലുകൾ കംപ്ലീറ്റ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ വിജിലിനെ ഒരുതരം കള്ളനായി ചിത്രീകരിച്ചത് അവരെ തറവാട് പൊളിക്കുന്ന അവസ്ഥയിലേക്ക് വിജിലെത്തിയിരിക്കുന്നു. ഏതായാലും UDF ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഭരിക്കും. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ BJP-യുടെ വോട്ടുകൾ BJP-യുമായി CPM അലയൻസ് ഉണ്ടാക്കുകയും CPM-ന്റെ അനുയായികൾ എല്ലാ വോട്ടുകളും BJP-ക്ക് പതിച്ചു നൽകുകയും കോഴിക്കോട് കോർപ്പറേഷനിൽ LDF-ന്റെ മേയർ സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ അവിടെ വിജയിക്കുകയും BJP. എല്ലാ വാർഡിലും തെക്കൻ കേരളത്തിൽ BJP എല്ലാ മേഖലയിലും LDF-നെ മറികടന്നുകൊണ്ട് LDF-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിയിരിക്കുന്നു. ACP അല്ല DGP വന്നാലും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ